ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫാണോ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് നമുക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇഷ്ടമാവണമെന്നില്ല കേട്ടോ, വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ക്ലോത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കട്ട് പീസസ് ആണ് കേട്ടോ. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയൊരു മോഡൽ സ്ക്രഞ്ചീസാണ് കേട്ടോ. ഞാൻ എന്താ ക്ലോത്ത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള എലാസ്റ്റിക്കാണ് ഇതിൽ കൂടുതലും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് തിന്നായിട്ടുള്ള എലാസ്റ്റിക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാണുള്ളത്. അതല്ലാതെ ഞാൻ ജസ്റ്റ് ഒന്ന് സാമ്പിൾ കാണിക്കാം. ഇതുപോലുള്ള എലാസ്റ്റിക് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഒരു കംഫർട്ടബിളായിട്ട് തോന്നിയത് ഇതുപോലുള്ള ഇലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് കൂടുതലും ഉള്ളത്, അതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഞാൻ എന്താ ഇവിടെ ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഒന്ന് മെഷർമെൻറ്റ് പറയാം കേട്ടോ. ഞാൻ ജസ്റ്റ് വെയിറ്റ്, ഞാൻ മെഷറിങ് ടേപ്പ് എടുക്കാൻ പോയതാണ് കേട്ടോ. ഒരു 27 ഇഞ്ചസിൽ നീളം എടുത്തിട്ടുണ്ട്. 27 ഇഞ്ചാണ് കേട്ടോ. വീതിയാണെങ്കിൽ 5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സ്ക്രഞ്ചീസിൻ്റെ നീളമാണ്, സോറി ആ ഒരു ക്ലോത്തിൻ്റെ നീളമാണ് കേട്ടോ. പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടായി പോകുന്നുണ്ട്. മോന് ഉറങ്ങുകയാണ്, ആ സമയത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല, കാരണം കുഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് എടുക്കുമ്പോൾ ഒരു 10 ഇഞ്ചോ 8 ഇഞ്ചോ എടുക്കാം കേട്ടോ. ഞാൻ 10 ഇഞ്ച് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ എന്താ ഇലാസ്റ്റിക് മാറ്റി വയ്ക്കുന്നുണ്ട്. ചില ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഇതുപോലുള്ള വീഡിയോസ് മാത്രമാണോ ഉള്ളത്? പുതിയ പുതിയ വീഡിയോസ് ഇൻഷാല്ല വരും. ഓക്കെ, കുറച്ച് ബിസിയാണ്, അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് സമയത്ത് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഒരു ബോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കൂടി ഞാൻ പറയാം. ബോ ചെയ്യുന്നതിൻ്റെ ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 8 ഇഞ്ച് നീളവും വീതിയാണെങ്കിൽ ഒരു 6.5 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ സ്ക്രഞ്ചീസിനുള്ള ഈ ഒരു ക്ലോത്ത് നമുക്കൊന്ന് ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നീളത്തിൽ ഫുള്ളായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇത് നേരെ മറിച്ചിടാം. ഓക്കെ, ഞാൻ അതിൻ്റെ വീഡിയോക്ക് മുമ്പ് കുറേ രീതിയിൽ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് നേരെ ഈസിയിൽ മറിച്ചിടാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഈ ബോ ചെയ്യുന്നതിന് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കും കേട്ടോ. ഇങ്ങനെ ഇടും, ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ഇടും. എന്നിട്ട് ഇവിടെയും സ്റ്റിച്ച് കുറച്ചിടും. ചെറിയൊരു സ്പേസ് നമുക്ക് മറിച്ചിടാൻ വേണ്ടിയിട്ട് വെക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് പോയിട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് സെയിൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓരോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയാസ് വരും കേട്ടോ. അപ്പോൾ എല്ലാം നിങ്ങൾ പോയിട്ട് കാണുക. ഓക്കെ, ആദ്യം ഞാൻ നീളത്തിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചില ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ സ്ഥിരം കസ്റ്റമേഴ്സിന് കിട്ടും. അവർ നമ്മുടെ ഐറ്റം നല്ലതാണെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഒരു കസ്റ്റമർ നമ്മുടെ കയ്യിലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ക്വാളിറ്റി നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ. ഇപ്പം ഞാനുള്ളത് അബുദാബിയിലാണ്, പക്ഷേ നാട്ടിലാണ് ഇതിൻ്റെയൊക്കെ ബിസിനസ് നല്ല രീതിയിൽ നടക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നാട്ടിൽ പോയ സമയത്ത് എല്ലാ പാരൻസും കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിന് മാച്ചായിട്ട് ഇതുപോലെയുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കതാണ് മനസ്സിലായത്, നമ്മുടെ ഇവിടത്തേക്കാളും നല്ല രീതിയിൽ ബിസിനസ് ഇങ്ങനെയുള്ള ഐറ്റംസ് നാട്ടിൽ നടക്കും എന്നുള്ളത്. അപ്പോൾ ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ അവർ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യും. അപ്പോൾ ആ ഫ്രണ്ട്സും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും. അങ്ങനെ നമുക്ക് നല്ലൊരു കസ്റ്റമേഴ്സിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുള്ളത് കൊണ്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല, അതാണ് വീഡിയോ കറക്റ്റ് സമയത്ത് വരാത്തത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഷുവറായിട്ടും ഇന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ എന്തായാലും വരും കേട്ടോ.
അപ്പോൾ ഇതുപോലെയുള്ള ബിസിനസ് ഐഡിയാസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി താഴെ കമൻ്റായിട്ട് ഇടുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതെല്ലാം ഓൾമോസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു പീസ് ക്ലോത്ത് നമ്മൾ ഈ ഒരു സ്ക്രഞ്ചീസിലൊരു കുഞ്ഞു ബോ വയ്ക്കുന്നുണ്ട്, അതിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാം ഡീറ്റെയിൽ ആയിട്ട്. നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്ത് ചെയ്യുന്നത് അറിയോ, ഇതിന് നേരെ തിരിച്ചിടാൻ പോവാണ്. ഇതുപോലെ സേഫ്റ്റി പിൻ യൂസ് ചെയ്യുക. ഇപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര മടി. പ്ലേ ബട്ടൺ കിട്ടിയതിന് ശേഷം വീഡിയോ ഇടാനും മടി. പിന്നെ വീഡിയോ എനിക്ക് മുമ്പത്തെ പോലെ ആരും അങ്ങനെ കാണുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് തീരെ ഇടാനൊരു താല്പര്യമില്ലാത്ത പോലെ. നിങ്ങളെല്ലാവരും വീഡിയോ കാണുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ സത്യം പറയാലോ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചത് തന്നെ. കാരണം ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ കയ്യിൽ എന്താണെന്നറിയില്ല, ചെറിയൊരു അലർജി പോലെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറ്റിയെന്ന് അറിയുന്നില്ല. മെഡിസിൻ എടുത്തിട്ടുണ്ട്. ഇനി എന്തോ ലിക്വിഡിലെങ്ങാണെന്തോ പണി കിട്ടിയതാണോ അങ്ങനെ എന്തൊക്കെയോ സംശയമുണ്ട്. ഒരു ചെറിയൊരു ചൊറിച്ചിലും അങ്ങനെയൊക്കെ ആയിട്ട് സ്കിന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു അലർജി കയ്യിൽ വന്നു. നല്ല പണി കിട്ടി കേട്ടോ. പക്ഷേ നമുക്ക് വീട്ടു ജോലിയൊന്നും ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ. പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവും നമുക്ക്. പിന്നെ ഇവിടെ ആരും ഹെൽപ്പിന് അങ്ങനെയൊന്നുമില്ലല്ലോ. പിന്നെ ഒക്കെ മാത്രമുണ്ട്. പിന്നെ മൂപ്പര് ജോലിയും കഴിഞ്ഞ് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നത് നമ്മൾ ശരിയല്ലല്ലോ. ചില സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 2-3 ദിവസമായി കൈക്ക് ഈ ഒരു പണി കിട്ടിയിട്ട്. എന്താ ഇതുപോലെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. വെരി ഈസിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇത് നമുക്ക് ഈ ഇലാസ്റ്റിക് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഞാൻ ഇതുപോലുള്ള കുറേ സ്ക്രഞ്ചീസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഉള്ള സ്ക്രഞ്ചീസ് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. വീട്ടിലിരിക്കുമ്പോൾ കുഞ്ഞു വരുമാനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് സിമ്പിളായിരിക്കും. വെറും 2 രൂപയുടെ ഇലാസ്റ്റിക് ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതിനകത്ത് ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കെട്ടിട്ട് കൊടുക്കണം. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ കെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് ഏതാണോ ഈസി അത് ചെയ്തെടുക്കുക കേട്ടോ. ചില ആൾക്കാർ വന്ന് നെഗറ്റീവ് പറയും, ഞങ്ങൾക്ക് ഈ ഇലാസ്റ്റിക് ഇഷ്ടമല്ല എന്നൊക്കെ. അപ്പോൾ ഇഷ്ടമുള്ളവർ ഇതുപോലുള്ള ഇലാസ്റ്റിക് യൂസ് ചെയ്യുക. നമുക്കൊരു ബഞ്ചായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് തുണികളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ടൈലറിങ് ഷോപ്പിലെ വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഐറ്റംസ് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സ്ക്രഞ്ചീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിൽ ചെയ്യാൻ പോകുന്നത് ഒരു ബോ ആണ്. നമുക്ക് ഈ ഒരു ഭാഗം അകത്തോട്ടാക്കിയിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്ലൂ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഈ ഒരു ഭാഗം ഇങ്ങനെ സിമ്പിളാണ്. ഇപ്പം നാട്ടിൽ ഞാൻ പോയ സമയത്തൊക്കെ ചില സ്ത്രീകളൊക്കെ വീട്ടിലിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം പോക്കറ്റ് മണി അവരുണ്ടാക്കുന്നുണ്ട്. ചെറിയ സാധനത്തിന് 150-200 രൂപയൊക്കെ ഇതിന് ബോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ അത്ര അവർ വാങ്ങുന്നുണ്ട്. ഈ വേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയ ഇത്. ഇപ്പോൾ ആഗസ്റ്റ് 15-നൊക്കെ ഞാൻ നാട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ടതാണ് കേട്ടോ. എല്ലാവരും വീട്ടിലിരുന്ന് ഇതുപോലെയുള്ള തൊഴിലുകൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആർക്കും ചെയ്യാം. ഇത് മോശമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല കേട്ടോ. ചില ആൾക്കാരിങ്ങനെ തെറ്റിദ്ധരിക്കുന്ന മനുഷ്യരുണ്ട്, ഇതൊക്കെ മോശമാണ്, ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ. പക്ഷേ ഇതൊക്കെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് വേറെ ജോലിക്ക് പോകാനൊന്നും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നമ്മളുടേതായ രീതിയിൽ പോക്കറ്റ് മണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നമ്മുടെ വട്ടച്ചെലവിനുള്ള ക്യാഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. എല്ലാ സ്ത്രീകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനലായി മാറണം നമ്മുടെ ചാനൽ. അപ്പോൾ ഇതിലാണ് ഞാൻ ബോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ മെറ്റീരിയൽ നിങ്ങൾ ചോദിക്കാം ഇതെവിടെ നിന്ന് കിട്ടി എന്നുള്ളത്. ഇത് ബെഡ്ഷീറ്റ്സിൻ്റെ ക്ലോത്താണ്. ബോ ഇങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ സൂചിയും നൂലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്നുകിൽ ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്നറിയോ, ഇതിട്ട് കൊടുക്കാൻ പോവാണ്. ഈ ബോ ഇങ്ങനെ. അപ്പം ഞാൻ ഈ ഒരു സ്ക്രഞ്ചീസ് കണ്ടത് മിഞ്ഞാന്ന് ഞാൻ ഷോപ്പിൽ പോയിരുന്നു.
പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പർച്ചേസ് ചെയ്യാൻ പോയ സമയത്താണ് എനിക്ക് ഇത് കണ്ടത് കേട്ടോ. പക്ഷേ എല്ലാവരും വാങ്ങുന്നുണ്ട് ഈ സാധനം. ഒരു വെറൈറ്റി ആയിട്ടാണ് ഇത് കണ്ടത് കേട്ടോ. ഇങ്ങനെ കണ്ടല്ലോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ഗ്ലൂ സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ ഗ്ലൂ ഒന്ന് പ്ലഗ് ചെയ്തിട്ട് വരാം. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇവിടെ മിഡിലിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്തായിട്ടാണ് ഗ്ലൂ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഗ്ലൂ സ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെയുള്ള ഗ്ലൂ സ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെറും 2 രൂപ ചിലവിൽ, 1 രൂപയോ ചിലവിൽ നമുക്ക് ഇതുപോലുള്ള ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഇങ്ങനെയുള്ള ക്ലോത്ത്സ് ടൈലറിങ് ഷോപ്പിൽ നിന്ന് വേസ്റ്റ് ക്ലോത്തായിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഡെയിലി നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, നല്ല അടിപൊളിയാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇതിൽ പേൾസോ സ്റ്റോൺസോ അങ്ങനെ എന്തെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ക്രഞ്ചീസ് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഷോപ്പിൽ പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളെ ഒന്ന് കാണിക്കുക എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സ്ക്രഞ്ചീസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം ഷുവറായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.